കേന്ദ്ര തൊഴിലാളി നയങ്ങൾക്കെതിരെയാണ് ഈ സമരം നടത്തുന്നതെന്നാണ് പറയുന്നത്. എന്തിന്റെ പേരിലാണെങ്കിലും കാലഹരണപ്പെട്ട സമര സമ്പ്രദായങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് പൊതുജനമാണ്, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരെയാണ്. എറണാകുളത്ത് നിന്ന് ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ശ്യാം ഉള്ളത്. ശ്യാം, ഗുഡ് മോർണിംഗ്. അവിടെ എങ്ങനെയാണ്, എത്രത്തോളമാണ് ജനജീവിതത്തെ ഈ സമരം ബാധിച്ചിട്ടുള്ളത്? മൊത്തി കൊച്ചിയിൽ ഈ പണിമുടക്ക് ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ഹർത്താലിന് സമാനമായ ഒരു സ്ഥിതിയാണെന്ന് വേണമെങ്കിൽ പറയാം. വലിയ രീതിയിൽ ആ റോഡുകളിൽ വാഹനങ്ങളും ഒന്നും തന്നെ ഇല്ല. നിലവിൽ ഇപ്പോൾ ഇവിടെ KSRTC സ്റ്റാൻഡിലാണുള്ളത്. ഒരു കോഴിക്കോട് ബസ് വന്നു. ആ ബസ് ഇപ്പോൾ പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. സമരക്കാർ ആ രീതിയിൽ ബസ് തടഞ്ഞിട്ടുണ്ട്. നമുക്ക് ചേട്ടാ, ഈ ഒരു ബസ് ഇപ്പോൾ പോകാനുള്ളതായിരുന്നല്ലോ, എന്താ? ഇത് ഇന്നലെ രാത്രി 12:45 വണ്ടിയാണ്. അപ്പോൾ അവർക്ക് പോകാമായിരുന്നു. ആ സമയത്ത് കുറച്ച് യാത്രക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് പൊക്കോളാൻ നമ്മൾ പറഞ്ഞാണ്. ആ സമയത്ത് വേണമെങ്കിൽ പോകാമായിരുന്നു. അപ്പോൾ അത് പോകാതെ ഇതിപ്പോൾ ഒരു യാത്രക്കാരും പോലും ഇല്ലാതെ വണ്ടി പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ KSRTCയിൽ മന്ത്രി അടക്കം പറഞ്ഞു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ഡയസ്നോ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അപ്പോൾ ജീവനക്കാർ വരുമ്പോൾ അവരെ അനുവദിക്കുന്നതിന് തെറ്റുണ്ടോ? പ്രശ്നങ്ങൾ ഇപ്പോഴും ഇല്ല. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സമരമായിട്ട് ബന്ധപ്പെട്ട്? ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയ സമരമാണ്. നമ്മൾ ഇതേവരായിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പ്രശ്നങ്ങളല്ല, KSRTC അകത്ത് മറ്റ് പ്രശ്നങ്ങളില്ല. സ്വാഭാവികമായിട്ടും ഡയസ്നോൺ ഉള്ളതിനാൽ തന്നെ ഈ ജീവനക്കാർ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വാഹനം എടുക്കാൻ തയ്യാറാണെങ്കിൽ ജീവനക്കാർ വന്ന് യാത്രക്കാരോട് വേണ്ടേ? ഇന്നലെ യാത്രക്കാരുള്ള സമയത്ത് പോയില്ല. അത് ഞാൻ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്നലെ രാത്രി 12:45 ഈ സ്റ്റാൻഡിൽ അത്യാവശ്യം യാത്രക്കാരുണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് പോകാമായിരുന്നു. ഇവർ പോയില്ല. ഇപ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത സമയത്ത് പോകണമെന്ന് പറയുന്നതിനകത്ത് രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുമല്ലോ. കേവലം ഒരു രാഷ്ട്രീയപരമായൊരു നിലപാടാണ്. അല്ല, തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനതാണ് ഒന്നുകൂടെ പറയുന്നത്. യാത്രക്കാർ ഇന്നലെ ഉണ്ടായിരുന്ന രാത്രി 12:45 മണിക്ക് ഇവർ പോകാൻ തയ്യാറായില്ല. പക്ഷേ ഇന്ന് രാവിലെ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ചാനൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചാനലുകാരും ഈ നമ്മൾ സമരം ചെയ്യുന്ന കുറച്ച് ആളുകളും അല്ലാതെ വേറൊരു മനുഷ്യനെ നിങ്ങൾ നോക്കും, നിങ്ങൾ ക്യാമറ കൊണ്ടിരിക്കും. ഒരു മനുഷ്യനെ ഒരു യാത്രക്കാരുണ്ടോ? ഇല്ല. കാരണം പൊതുജനങ്ങൾ ഈ സമരവുമായിട്ട് അനുകൂലിച്ച് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് ഈ നമ്മുടെ ഇന്നത്തെ പണിമുടക്ക് പൂർണ്ണ വിജയത്തിലോട്ട് ആണ് പോകുന്നത്.